ജോലി വാഗ്ദാനം ചെയ്ത് പാവങ്ങളെ പറ്റിക്കുന്ന ഏജൻസികളുടെ ക്രൂരത ഒരിക്കൽ കൂടി വെളിവാകുന്നു. തിരുവനന്തപുരത്തിനടുത്തൊരു കൊച്ചു പട്ടണത്തിൽ താമസിച്ചിരുന്ന യുവാവ് കടം കയറി മറ്റ് നിവൃത്തിയില്ലാതായപ്പോഴായിരുന്നു UK-യിലെത്തി ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ചില ചികിത്സകൾക്കായിട്ടായിരുന്നു അയാൾ കടമെടുത്തിരുന്നതും അത് സമയത്ത് വീട്ടാനാകാതെ വന്നപ്പോൾ പ്രശ്നമായെന്നും ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. നഴ്സിംഗ് യോഗ്യതയുള്ള ഇയാൾക്ക് നല്ല ശമ്പളമുള്ള കെയർ വർക്കർ ജോലിയായിരുന്നു ഏജൻസി ഇയാൾക്ക് വാഗ്ദാനം നൽകിയത്. സ്വന്തം വീട് വരെ വിറ്റായിരുന്നു ഏജൻറ്റിന് പണം യുവാവ് നൽകിയത്. എന്നാൽ ബ്രിട്ടനിലെത്തിയപ്പോഴാണ് തന്നെ സ്പോൺസർ ചെയ്ത കമ്പനിക്ക് വാഗ്ദാനം നൽകിയതുപോലെ ഒരു കെയർ ജോബ് നൽകാനില്ലെന്ന് മനസ്സിലാക്കുന്നത്. ഇതേപോലെ ഏജൻറ്റുമാരാൽ കബളിപ്പിക്കപ്പെട്ട ബ്രിട്ടനിലെത്തുന്ന യുവാക്കളിൽ പലരും അനധികൃതമായി ചെറിയ വരുമാനം ലഭിക്കുന്ന ജോലികൾ ചെയ്താണ് അന്നന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തുന്നത്. സ്പോൺസറെ ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ നാട് കടത്തപ്പെടും. തിരികെ നാട്ടിലെത്തിയാൽ കാത്തിരിക്കുന്നത് നിരവധി ദുരന്തങ്ങളും കടക്കാരുടെ ഭീഷണിയുമാണ്. കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് ഏജൻറ്റുമാരാൽ കബളിപ്പിക്കപ്പെട്ട പല യുവാക്കൾക്കും. ഇതാണ് പറയാനുള്ളത്. UK-യിലേക്ക് കെയർ വർക്കർമാരായി എത്താൻ കഴിയുന്നവരുടെ എണ്ണത്തിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയുവാൻ അത് മതിയാകില്ലെന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. നിയമപരമായി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും സ്വീകരിക്കാൻ കഴിയാതെ പലരും തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അസാധാരണമാംവിധം വെല്ലുവിളികളും മാനസിക സമ്മർദ്ദങ്ങളുമാണ് അവർ നേരിടുന്നതെന്നും ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം തീരെയില്ല. ഗാർഡിയൻ പത്രത്തിൻ്റെ പ്രതിനിധി നിരവധി കുടിയേറ്റ തൊഴിലാളികളുമായി സംസാരിച്ചുവെന്നും അവരെല്ലാം തന്നെ സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫീസും യാത്രാക്കൂലിയും ഒരു മാസത്തെ താമസവുമൊക്കെയായി 16 ലക്ഷം രൂപയാണ് ഈ യുവാവ് ഏജൻറ്റിന് നൽകിയത്. അതിനു പുറമെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റിനും വിസയ്ക്കുമൊക്കെയായി 10,000 വേറെയും വാങ്ങി. സ്വന്തം സഹോദരിയുടെ വിവാഹത്തിനായി മാതാപിതാക്കൾ മാറ്റിവെച്ചിരുന്ന വീട് വിറ്റായിരുന്നു ഇതിനുള്ള പണം കണ്ടെത്തിയത്. സാധാരണ സംഭവിക്കാറുള്ളതുപോലെ ഏജൻറ്റ് ഈ യുവാവിനെ ഒരു ബ്രിട്ടീഷ് ഇടനിലക്കാരനുമായി പരിചയപ്പെടുത്തി. ലണ്ടൻ റേഡിയൻ ഗ്രൂപ്പ് എന്ന കമ്പനി നടത്തുന്ന യൂസുഫ് ബദറുദ്ദീൻ എന്ന വ്യക്തിയായിരുന്നു ഈ ഇടനിലക്കാരൻ. വിദേശ ജോലിക്കാർക്ക് താമസം, പരിശീലനം എന്നിവയ്ക്കുള്ള സഹായങ്ങൾ നൽകുകയാണ് തൻ്റെ കമ്പനി ചെയ്യുന്നതെന്നായിരുന്നു ഇയാൾ ഗാർഡിയൻ പ്രതിനിധിയോട് പറഞ്ഞത്. പിന്നീട് ഷെഫീൽഡ് ആസ്ഥാനമായുള്ള ഫ്ലെയിം ലില്ലി എന്ന സ്ഥാപനത്തിൽ നിന്ന് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ആഴ്ചയിൽ 37.5 മണിക്കൂർ ജോലിയും പ്രതിവർഷം 21,580 പൗണ്ടുമായിരുന്നു അവർ വാഗ്ദാനം നൽകിയത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ യാത്രാ ടിക്കറ്റോ താമസ സൗകര്യമോ ഒന്നും ലഭിച്ചില്ല. സ്വന്തം ചെലവിൽ UK-യിലെത്തിയ ഈ യുവാവ് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി പിടിച്ച് ഷെഫീൽഡിലെത്തി. അവിടെ എത്തി ഫ്ലെയിം ലില്ലിയുടെ ഡയറക്ടർമാരിൽ ഒരാളെ ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോഴാണ് അവിടെ ജോലി ഒഴിവുകൾ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. താൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെന്നും കെയർ വർക്കർമാർക്ക് വേണ്ട യോഗ്യതയൊന്നുമില്ലെന്നും ഇയാൾ പറഞ്ഞുത്രേ. ഈ യുവാവുമായി കോൺട്രാക്റ്റ് ഇല്ലെന്നും അയാൾ പറഞ്ഞു. പിന്നെ ഏറെ തർക്കിച്ചപ്പോൾ അയാൾ ഈ യുവാവിന് ക്ലീനിങ് ജോലി നൽകി. പ്രതിദിനം 2-3 മണിക്കൂർ ജോലി, മണിക്കൂറിന് 11 പൗണ്ട് ശമ്പളവും. മറ്റൊരു മലയാളി കുടുംബത്തിനൊപ്പം ഇപ്പോഴും ഷെഫീൽഡിൽ തന്നെയാണ് ഈ യുവാവ് താമസിക്കുന്നത്. ക്ലീനിങ് ജോലിക്ക് പുറമെ ഇടയ്ക്കൊക്കെ ഫ്ലെയിം ലില്ലിയിൽ ഡ്രൈവറുടെ ജോലിയും ചെയ്യും. ഇതുപോലെ അനേകം മലയാളികൾ UK-യിലുണ്ട്. കഷ്ടതയും നരകയാതനയും അനുഭവിക്കുന്ന ഇവർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല.